ില്ല എന്ന് ഞാൻ പറഞ്ഞാൽ ഇനി നിങ്ങൾ എതിർക്കൂല. ഇപ്പം നിങ്ങൾ പറഞ്ഞ കറക്റ്റാണ്, ഞങ്ങൾ ഇതൊന്നും ചെയ്യാറൊന്നുമില്ല. ഞങ്ങളിങ്ങനെ വിറ്റാമിൻ ഗുളിക കഴിച്ചിട്ട് എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ആക്കാതെ വിചാരിക്കുകയാണ്. വിറ്റാമിൻ ഗുളിക കഴിക്കുന്നതുകൊണ്ട് ഓൻ്റെ കുടുംബക്കാർ രക്ഷപ്പെട്ട, ആരെ മരുന്ന് കമ്പനിക്കാരുടെ കുടുംബക്കാർ നല്ല ലാവിഷായി ജീവിക്കുന്നുണ്ട്. പ്രതിരോധത്തിന് പ്രാർത്ഥന വേണം. എന്തിനാണ് എൻ്റെ പ്രിയപ്പെട്ട മോമിനിങ്ങളെ ആദം നബി അലൈഹിസ്സലാമിനെ കൊണ്ട് അള്ളാഹു ആദ്യം തന്നെ അൽഹംദുലില്ലാഹ് പറയിപ്പിച്ചത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾ ചിന്തിക്ക്. ആദം നബി അലൈഹിസ്സലാം ആദ്യമായി പറഞ്ഞ വാക്ക് അൽഹംദുലില്ലാഹ് ആണോ അല്ലേ? അതിലും തർക്കമില്ല. ആണ്. എന്തിനാണത് പറഞ്ഞത്? ആദം നബി അലൈഹിസ്സലാമിന് അള്ളാഹു ശരീരം പടച്ചു, ജീവൻ നൽകി. ഇനി ജീവിക്കണം. ജീവിതത്തിന്റെ തുടക്കത്തിൽ തന്നെ ചില സംവിധാനങ്ങളെ ഉണർത്തുന്നതിന്റെ ഭാഗമായി തുമ്മലുണ്ടായി. ശരീരത്തിൽ ചില സംവിധാനങ്ങൾ ഉണർത്തുന്നതിന്റെ ഭാഗമായി തുമ്മലുണ്ടായി. തുമ്മിക്കഴിഞ്ഞ ഉടനെ അബുൽ ബഷർ ആദം അലൈഹിസ്സലാം അള്ളാഹു അൽഹംദുലില്ലാഹ് പറയിപ്പിച്ചു. എല്ലാ ഉണർവിന്റെയും ഓരോ ദിവസത്തിന്റെയും ഉണർവിന്റെ തുടക്കത്തിൽ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ ഉമ്മത്തിനെ പഠിപ്പിച്ചു, അൽഹംദുലില്ലാഹില്ലദി അഹ്യാനി ബഅദമാ അമാതനി വ ഇലൈഹിൻ നുശൂർ എന്ന് ചൊല്ലാൻ. നമ്മൾ ചൊല്ലിയില്ല. എന്നിട്ട് രാവിലെ ഒരു നടത്തം, എന്നിട്ട് വല്ലതും കുറഞ്ഞില്ല. നമുക്ക് കുറയില്ല. നമുക്ക് ചില രോഗങ്ങൾ നടത്തം കൊണ്ട് മാത്രം കുറയില്ല. തിബ്ബുൽ മാഷി, നടത്തം ഏറ്റവും വലിയ ചികിത്സയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു സംശയം വേണ്ട, നടത്തം വലിയ ചികിത്സയാണ്. പ്രമേഹ രോഗികൾക്ക്, ഹൃദ്രോഗികൾക്ക് വളരെ നല്ല ചികിത്സയാണ് നടത്തം, സംശയം വേണ്ട. പക്ഷേ നിങ്ങൾ സത്യവിശ്വാസിയാണെങ്കിൽ, നിങ്ങൾ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവരാണെങ്കിൽ, സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ മാത്രമാണ് ജീവിത വിജയമെന്ന് നിങ്ങൾ കടുംപിടുത്തം പിടിക്കുന്നവരാണെങ്കിൽ, അൽഹംദുലില്ലാഹ് ചൊല്ലാതെ അന്നത്തെ ദിവസത്തെ ശരീരത്തിന്റെ പ്രവർത്തനങ്ങൾ പല അവയവങ്ങൾക്കും ശരിയായി നിർവഹിക്കാൻ കഴിയില്ല. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അന്നത്തെ ദിവസത്തെ ശരീരത്തിന്റെ ഇന്റേണൽ ഓർഗൻസ് ആയാലും എക്സ്റ്റേണൽ ആയാലും ആന്തരികവും ബാഹ്യവുമായ അവയവങ്ങൾക്ക് ശരിയായ രൂപത്തിൽ പ്രവർത്തിക്കാനും അതിന്റെ ധർമ്മങ്ങൾ നിർവഹിക്കാനും കഴിയുന്നതിന് സഹായകമായ പ്രാർത്ഥനയാണ് അൽഹംദുലില്ലാഹില്ലദി അഹ്യാനി. ജീവന്റെ ശക്തിയാണ് ആരോഗ്യം. ജീവന്റെ ശക്തി കുറയുമ്പോഴാണ് നിങ്ങൾ രോഗിയായത്. ജീവന്റെ ശക്തി നിലനിൽക്കാനുള്ള ഏറ്റവും വലിയ പ്രതിരോധത്തിന്റെ ദുആ അൽഹംദുലില്ലാഹില്ലദി അഹ്യാനി എന്നതാണ്. ലോകത്തെ വിസ്മയിപ്പിച്ച വൈദ്യശാസ്ത്ര പണ്ഡിതൻ ഡോക്ടർ സാമുവൽ ഹാനിമാൻ വൈറ്റൽ ഫോഴ്സ് തിയറി എന്നൊരു സിദ്ധാന്തം മെഡിക്കൽ രംഗത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ജീവശക്തി, വൈറ്റൽ ഫോഴ്സ്, ജീവന്റെ ശക്തിയാണ് ആരോഗ്യം. ഇതാണ് നിങ്ങൾ ആകെ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ്. നിങ്ങളുടെ ശരീരത്തിൽ നിക്ഷേപിതമായ ജീവന്റെ ശക്തിയാണ് നിങ്ങളുടെ ഹെൽത്ത്. മനസ്സിലാവുന്നില്ല അല്ലേ? മനസ്സിലാവാണ്ടുണ്ടോ? നിങ്ങളിൽ അള്ളാഹു റൂഹ് നിക്ഷേപിച്ചു. ഈ റൂഹിൽ നിന്നും ഒരു ഗുണമുണ്ടായി, ഹയാത്ത്, ജീവൻ. ആ ജീവന്റെ ഗുണത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നത്. നിങ്ങൾ തീരെ പരിഗണിക്കാത്തതും ഈ ജീവനെയാണ്. ജീവൻ പോയാൽ ജലീൽ ദാരിമി ഇവിടെ പ്രസംഗിക്കില്ല. ജീവൻ പോയാൽ എന്റെ രൂപമുണ്ട്, എന്റെ ഫിഗറുണ്ട്, ഇല്ലേ? ജീവൻ പോയാലും എന്റെ ഫിഗർ ഇല്ലേ? പക്ഷേ എനിക്ക് ചലിക്കാൻ പറ്റൂല, ഇളകാൻ പറ്റൂല, ഒന്നും ചെയ്യാനൊക്കില്ല. നിങ്ങൾ ജീവിതത്തിൽ, നിങ്ങൾ ഈ ആയുസ്സിന്റെ ഇത്രയും കാലത്തിനിടയിൽ തീരെ പരിഗണിക്കാതെ പോയത് ഈ ജീവനെയാണ്. ജീവശക്തി, അതിനുവേണ്ടി ഒന്നും ചെയ്തില്ല. അൽഹംദുലില്ലാഹില്ലദി അഹ്യാനി, എന്നെ ജീവിപ്പിച്ചവൻ, ജീവൻ കൊണ്ട് എന്നെ ശക്തിപ്പെടുത്തിയവൻ. ചില അവയവങ്ങളുടെ മരണമാ രോഗം. മനസ്സിലായിട്ടില്ല? ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന പാങ്ക്രിയാസ് എന്ന അവയവത്തിന്റെ ചില ഭാഗങ്ങൾ പതുക്കെ ഡെഡ് ആവുന്നത് കൊണ്ടാണ് ഇൻസുലിൻ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ സെൽഫ് ഇൻസുലിൻ പ്രൊഡക്ഷൻ
ശരിയായി നടക്കാത്തത്. അല്ലാണ്ട് പാൻക്രിയാസ് എന്ന അവയവം അവിടെ തീരെ ഇല്ലാണ്ടാവുന്നില്ല. നിങ്ങൾ മനസ്സിലാക്കണേ, വിഷയം മനസ്സിലാക്കണം സഹോദരന്മാരെ. പാൻക്രിയാസ് എന്ന അവയവം തന്നെ അവിടെ നിന്ന് നശിക്കുന്നില്ല, അതിന്റെ സെല്ലുകൾ. ഇതെന്താ മനസ്സിലാക്കിയാൽ? അപ്പൊ പാൻക്രിയാസ് എന്ന അവയവത്തിന് പ്രവർത്തിക്കാനുള്ള ഗുണത്തിൽ ചിലതേ നഷ്ടപ്പെട്ടിട്ടുള്ളൂ, പൂർണ്ണമായും നഷ്ടപ്പെട്ടിട്ടില്ല. ഈ നഷ്ടപ്പെട്ടതിനെ തിരിച്ചു പിടിക്കാൻ കഴിയും. എന്തു വേണം? ജീവനെ ബലപ്പെടുത്തണം, ജീവനെ ശക്തിപ്പെടുത്തണം. ജീവനെ ബലപ്പെടുത്താനുള്ള ഹിക്മത്തുകൾ പഠിക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഞാൻ ആവർത്തിച്ചു പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾക്ക് പരിചയമുള്ള ഏതെങ്കിലും ഭൗതികമായ വഴികളിലൂടെ ഇന്ന് നിങ്ങളെ പ്രയാസപ്പെടുത്തുന്ന രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് ദയവ് ചെയ്ത് തെറ്റിദ്ധരിക്കണ്ട. ആവർത്തിക്കാം ഞാൻ ആ വാക്ക്. നിങ്ങൾക്ക് പരിചയമുള്ള, ആവർത്തിക്കാണ്, നിങ്ങൾക്ക് പരിചയമുള്ള ഏതെങ്കിലും ഭൗതികമായ വഴികളിലൂടെ നിങ്ങൾ അകപ്പെട്ടു പോയ ശാരീരിക പ്രശ്നത്തിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയുമെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട. വ്യാമോഹമാണത്. മനസ്സിലായിട്ടില്ല? മനസ്സിലായിട്ടില്ല? നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല? നിങ്ങൾ പറയുന്നത് വലിയ ഹോസ്പിറ്റലാണ് ഞാൻ ചികിത്സിക്കുന്നത്, സൂക്കേട് മാറുന്നില്ല. അപ്പൊ ഹോസ്പിറ്റലിന്റെ സ്ക്വയർ ഫീറ്റ് അല്ല രോഗം മാറ്റുന്നത്. നിങ്ങൾക്ക് മനസ്സിലായോ? ഹോസ്പിറ്റലിന്റെ സ്ക്വയർ ഫീറ്റ് അല്ല സൂക്കേട് മാറ്റുന്നത്, ഡോക്ടറുടെ ബിരുദാനന്തര ബിരുദം അല്ല സൂക്കേട് മാറ്റുന്നത്. മറ്റെന്തോ ആണ്, മറ്റെന്തോ ആണ്. അതെന്താണെന്നാ കണ്ടുപിടിക്കേണ്ടത്. അല്ലെങ്കിൽ നിങ്ങൾ പറയും 20 കൊല്ലമായില്ലേ ആ ഡോക്ടറുടെ മരുന്ന് കുടിക്കാൻ തുടങ്ങിയിട്ട്, അപ്പം പിന്നെ എന്തിനാ മരുന്ന് കുടിച്ച്? എന്റെ സ്വാഭാവികമായ ചോദ്യമാണ്, 20 കൊല്ലമായില്ലേ നിങ്ങൾ സൂക്കേടിന് മരുന്ന് കുടിക്കാൻ തുടങ്ങിയിട്ട്? പലരും രോഗം കാണിക്കാൻ തുടങ്ങിയപ്പോൾ ഒരു രോഗം ഉണ്ടായില്ല, ഇപ്പം 4 5 ആയി. നിഷേധിക്കാൻ പറ്റുമോ ആർക്കെങ്കിലും? നിങ്ങൾ ആ ഹോസ്പിറ്റലിന്റെ പേരൊന്നും ഞാൻ പറഞ്ഞില്ല. നിങ്ങൾ ആടെ ഫസ്റ്റ് പോകുമ്പോൾ എത്ര രോഗം ഉണ്ടായിന്? 1. പലർക്കും 1. ശരിയാവുന്നില്ല അല്ലേ പറയുന്നത്? നിങ്ങൾ ഹോസ്പിറ്റലിൽ ആദ്യമായിട്ട് പോകുമ്പോൾ എത്ര സൂക്കേട് ഉണ്ടായത്? 1 തന്നെ. 1 തന്നെയാ തുടക്കം, എല്ലാത്തിൻ്റെയും തുടക്കം തന്നെ. ഇപ്പൊ ഇന്ന് എത്രയായി? ഇതെന്തൊരു സംഭവമാണ്. മുമ്പ് പ്രൊഫസർ ജെയിംസ് എന്ന് പറഞ്ഞിട്ട് അലോപ്പതി മെഡിക്കൽ രംഗത്തെ വലിയൊരു സംഭവമാണ് പ്രൊഫസർ ജെയിംസ്. അദ്ദേഹത്തിന്റെ ഒരു കുറിപ്പ് ഞാൻ വായിച്ചിട്ടുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, നിങ്ങൾ സ്ഥിരമായി ഒരേ രോഗത്തിനൊരു ഡോക്ടറെ കണ്ടാൽ ഒരു 5 കൊല്ലം കാണേണ്ടി വന്ന അയാൾ ഒരു 20 രോഗമെങ്കിലും നിങ്ങൾക്ക് തരുന്നു. ആര്? നിങ്ങൾക്ക് പേടിയുണ്ടല്ലോ ഇതെല്ലാം പറയാൻ. നാളത്തേക്ക് ടോക്കൺ എടുത്ത് വെച്ച് നിൽക്കല്ലേ. ഇനിയിപ്പോ ഇതും പറഞ്ഞിട്ട് എങ്ങനെയാ പോവാ? പക്ഷെ ഡോക്ടറെ ഞാൻ കുറ്റം പറയില്ല, അവര് പരമാവധി അധ്വാനിക്കുന്നവരാണ്. നിങ്ങൾ ചുളുവിൽ കാര്യം നേടാന്ന് വിചാരിക്കുന്നവരാണ്. നിങ്ങൾ പൊതുജനങ്ങൾക്കൊരു ധാരണയുണ്ട്, ചുളുവിൽ അങ്ങോട്ട് കാര്യം നേടാം. ഏത് ഇൻസുലിൻ അങ്ങനെ കുത്തിവെച്ചതിന്റെ പേരിൽ പിന്നെ ഇയാൾക്ക് പ്രമേഹം ഉണ്ടാവില്ല എന്നാ വിചാരം. അങ്ങനെ പുതിയ രോഗം ഉണ്ടാവും. ഡയബറ്റിക് റെറ്റിനോപ്പതിയോ ഡയബറ്റിക് ഫൂട്ടോപ്പതിയോ ഡയബറ്റിക് നെഫ്രോളജിയോ അങ്ങനെ പുതിയ രോഗം നിങ്ങൾക്ക് ഉണ്ടാവും. തുടക്കം ഒരു പ്രമേഹമായിരുന്നു, പിന്നെ കണ്ണിന് പിടിച്ച്, കാലിന് പിടിച്ച്, ലിവറിന് പിടിച്ച്, എണ്ണിക്കോ. നിസ്സാര കാര്യമാണോ ഇത്? നിങ്ങളിത് ചിന്തിക്കുന്നില്ലേ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ? ഇത് നിസ്സാര കാര്യമാണോ? നിങ്ങൾക്ക് ആരംഭത്തിൽ ഒരു രോഗമായിരുന്നു, ഡോക്ടറെ മുടങ്ങിയിട്ടില്ല. ചില ആളൊക്കെ കാണിക്കാൻ വലിയ കെട്ടുകൊണ്ടിരും, പഴയ റേഷൻ കടയിലെ പുസ്തകം പോലെ. അത്രയും പഴക്കങ്ങളൊക്കെ ഉണ്ടാവും. ഒരു കഥയില്ലാണ്ട് നിങ്ങൾ ഈ സൂക്ഷിക്കുന്ന പേപ്പർ കത്തിച്ചാൽ തന്നെ ഒരു 80% സൂക്കേട് പലർക്കും പോകും. മനസ്സിലായിട്ടില്ല? എത്ര കൊല്ലം മുമ്പത്തെ മരുന്നിന്റെ ബില്ലാണ് നിങ്ങൾ ആ മരുന്ന് തന്നെ കമ്പനി നിരോധിച്ചു. ഏത് മരുന്ന് കമ്പനി നിരോധിച്ചിട്ട് 2 കൊല്ലോ 3 കൊല്ലോ ആയി. ഇന്ത്യൻ ഡ്രഗ് കൺട്രോൾ ബോർഡ് എത്ര മരുന്ന് നിരോധിച്ചു നിങ്ങളെ വിചാരം? ഒന്നും മൂപ്പറ അറിയില്ല. മൂപ്പറ പഴയ മരുന്നിന്റെ ബില്ല് നല്ല പ്ലാസ്റ്റിക്കിന്റെ കവറിലിട്ടിട്ട് സൂക്ഷിച്ചു വെക്കാണ്. കാരണം കേട് വരാതിരിക്കാൻ. പുള്ളറങ്ങാൻ തൊട്ടാൽ, കുട്ടികളങ്ങാൻ തൊട്ടാൽ അതിന്റെ പേരിൽ കലഹം നടക്കും. മൂപ്പറ വിചാരം ഈ മരുന്നിന്റെ കടലാസ് എന്തോ വലിയ സംഭവമാണ്. അങ്ങനെയൊക്കെ അന്ധവിശ്വാസമുള്ളവരുണ്ട്. ആ പേപ്പർ കത്തിച്ചാൽ തന്നെ ഒരു 80% സൂക്കേട് പോകുന്ന എൻ്റെ അഭിപ്രായം. നിങ്ങൾ വീട്ടിൽ പോയി നോക്കി, ഇന്ന് പല രോഗികളുടെയും ഫയലുകളുടെ കൂട്ടത്തിൽ എത്ര കൊല്ലം മുമ്പ് വരെ കാണിച്ച മരുന്നുകളുടെ. പിന്നെ ചില ഉപകാരം ഡോക്ടർമാർക്കുണ്ട്. ഇയാൾ എന്തെല്ലാം ഇടങ്ങേറ് പിടിച്ച സാധനം ഉള്ളിലേക്ക് എത്തിച്ചെന്നുള്ളത് പഠിക്കാൻ പറ്റും. കൊല്ലങ്ങളായിട്ട്
എന്തൊക്കെ ഇടങ്ങേറ് പിടിച്ച മരുന്നാ ഉള്ളിലേക്ക് എത്തിച്ചത്, ഏതൊക്കെ അവയവാണ് അമ്പകയിൽ കരിഞ്ഞു പോയതെന്നൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും. നിങ്ങൾ ആലോചിക്കും പ്രിയപ്പെട്ട മോമിനിങ്ങളെ, തുടക്കത്തിൽ ഒരു രോഗം, ഇപ്പം പല രോഗം. ആശുപത്രി പോകുമ്പോൾ ഒറ്റ സുഖേട് ഉണ്ടായിട്ടുള്ളൂ. ഇതൊക്കെ എങ്ങനെയാ സംഭവിച്ചത് നിങ്ങളൊന്ന് ആലോചിക്കും. കാരണം മരുന്നുകൊണ്ടൊന്നും, ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങൾക്ക് പരിചയമുള്ള ഭൗതികമായ എന്തെങ്കിലും വഴിയിലൂടെ നിങ്ങൾ അകപ്പെട്ട പ്രയാസത്തിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയുമെന്ന് നിങ്ങൾ ആരും വ്യാമോഹിക്കേണ്ട. 20-30 കൊല്ലമായിട്ട് നിങ്ങൾ ആരും രക്ഷപ്പെട്ടിട്ടില്ല. ഞാൻ പറഞ്ഞ കറക്റ്റാണ്, വിത്ത് എവിഡൻസ്. എൻ്റെ അടുത്ത് പ്രൂഫുണ്ട്, ഞാൻ കൃത്യമായതാണ് പറയുന്നത്. പകരം നമ്മുടെ മുമ്പിൽ വളരെ ലളിതമായ, വളരെ എളുപ്പമുള്ള, സത്യസന്ധമായ ഒരു വഴിയുണ്ട്. അലൈക്കും ഷിഫായിൻ. രോഗം വന്നാൽ നിങ്ങൾ അങ്ങനെ ബേജാറായി നിൽക്കേണ്ട. അലൈക്കും ഷിഫായിൻ. രോഗം മാറാൻ 2 മാർഗങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. സയ്യിദുനാ മുഹമ്മദ് റസൂൽ. ചികിത്സിക്കണ്ട എന്നൊന്നും ഇസ്ലാമിന് വാദമില്ല, ചികിത്സിക്കണം. നല്ല കഴിവുള്ള ഡോക്ടറെ കാണിക്കണം, നല്ല കഴിവുള്ള ഡോക്ടറെ കാണിക്കണം, നീതിമാനായ ഡോക്ടറെ കാണിക്കണം, മനുഷ്യത്തുള്ള ഡോക്ടറെ കണ്ടെത്തി അവരെ കാണിക്കണം. അത് ഉപേക്ഷിക്കാൻ പാടില്ല. നിങ്ങളുടെ രോഗം ശിഫയാവാൻ 2 മാർഗങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതിലൊന്ന് പറഞ്ഞത് അൽ ഖുർആൻ, അല്ലാഹുവിന്റെ കലാമായ ഖുർആനാണ്. ഡോക്ടർ CK രാമചന്ദ്രൻ എന്ന ഇന്ത്യയിലെ പ്രഗത്ഭനായ ഡോക്ടർ CK രാമചന്ദ്രൻ എന്ന ഇന്ത്യയിലെ പ്രഗത്ഭനായ ഡോക്ടർ പറഞ്ഞത്, രോഗം അതിന്റെ ഏറ്റവും വലിയ മൂർധന്യതയിലാണ്. രോഗാതുരത കൊണ്ട് ജനങ്ങൾ പൊറുതിമുട്ടിയിരിക്കുകയാണ്. ഇനി വല്ല വഴിയുണ്ടെങ്കിൽ ഞാൻ നിസ്സംശയം പറയും, കോഴിക്കോട് അങ്ങാടിയിൽ പറഞ്ഞ വാക്കാണ്, അത് ഖുർആൻ മാത്രമാണ് ഇനി വരും കാലത്ത് രോഗപരിഹാരത്തിന്റെ മാർഗമെന്ന് ഡോക്ടർ CK രാമചന്ദ്രൻ പറഞ്ഞിട്ടുണ്ട്. എഴുതിയ കോപ്പി എൻ്റെ കയ്യിലുണ്ട്. ഇമ്പോർട്ടൻസ് ഓഫ് പ്രൊഫറ്റോപ്പതി എന്നൊരു ലഘുകൃതി എൻ്റെ കയ്യിലുണ്ട്. ഇമ്പോർട്ടൻസ് ഓഫ് പ്രൊഫറ്റോപ്പതി എന്ന് വെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വൈദ്യശാസ്ത്രത്തിന്റെ പ്രാധാന്യം. ആയുർവേദത്തിൽ അഗാധ പാണ്ഡിത്യമുള്ള ഒരു പണ്ഡിതനാണ് ഡോക്ടർ CK രാമചന്ദ്രൻ. ഡോക്ടർ CKR എന്ന ചുരുക്കപ്പേരിലാണ് അറിയപ്പെടുന്നത്. ആയുർവേദത്തിൽ അപാര പാണ്ഡിത്യം. കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ ചരിത്രത്തിലെ മഹാപ്രതിഭയാണ് ഡോക്ടർ CK രാമചന്ദ്രൻ. സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളെ കരള് പോലെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യ സ്നേഹിയാണ് ആര്? ഡോക്ടർ CK രാമചന്ദ്രൻ. ഇസ്ലാമിനെ അറിയുന്ന, ഖുർആനിനെ അറിയുന്ന, ഹദീസിനെ അറിയുന്ന, ഇസ്ലാമിക ചരിത്രത്തിലെ നാഗരികതയുടെ വിജയ കഥകൾ അറിയുന്ന, സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബിയുടെ കാലഘട്ടത്തിലെ 100 ബെഡുള്ള നൂരിയ ഹോസ്പിറ്റലിന്റെ ചരിത്രം കേരളീയർക്ക് പറഞ്ഞുകൊടുത്ത മഹാപ്രതിഭയാണ് ആര്? ഡോക്ടർ CK രാമചന്ദ്രൻ. നമുക്കതൊന്നും അറിയില്ല. അങ്ങനെ ഒരു പ്രതിഭയാ പറഞ്ഞത്, ഇനി ഖുർആനാണ് പരിഹാരം. നിസ്സാര വാക്കാണോ? എഡ്വേർഡ് ജി ബോൺ എന്ന് പറയുന്നത് ക്രിസ്തീയ സഹോദരനാണ്, വൈദ്യശാസ്ത്ര പണ്ഡിതനാണ്, വൈദ്യശാസ്ത്രത്തിന്റെ ഹിസ്റ്ററി അറിയുന്ന ആളാണ്. അദ്ദേഹം പറഞ്ഞത് ഇനി പരിഹാരം ഖുർആനാണ്. ഖുർആൻ ഓതി കുത്തിരിക്കാന്നല്ല അതിന്റെ അർത്ഥം. ഖുർആനിൽ പറഞ്ഞ വൈദ്യശാസ്ത്ര സംവിധാനങ്ങളെ വളർത്തിക്കൊണ്ടുവന്നുകൊണ്ട് വാഷിംഗ്ടൺ പ്രസംഗത്തിൽ മുൻ അമേരിക്കൻ പ്രസിഡന്റ് ബറാക് ഒബാമ പറഞ്ഞ പോലെ തന്നെ, മുൻ അമേരിക്കൻ പ്രസിഡന്റ് ബറാക് ഒബാമ തന്റെ വാഷിംഗ്ടൺ പ്രസംഗത്തിലും പറഞ്ഞത് ഖുർആനാണ് ഇനി വൈദ്യശാസ്ത്രത്തിൽ പ്രതീക്ഷ. പക്ഷെ നമ്മൾ സമ്മതിക്കൂല. ഈ ഇരിക്കുന്ന നിങ്ങളുണ്ടല്ലോ, ഈ ഇരിക്കുന്ന നിങ്ങളും ഈ ഇരിക്കുന്ന ഇവരൊന്നും സമ്മതിക്കൂല. നിങ്ങളെല്ലാം ഞാൻ പ്രതികളാക്കുകയാണ്. ബഹുമാനിക്കാനൊന്നും തൽക്കാലം തരവില്ല. നിങ്ങളെ ബഹുമാനിച്ചോളി. ഞാൻ അക്കൂട്ടത്തിലൊന്നും അല്ല കേട്ടോ. നിങ്ങൾ ഖുർആൻ ഉയർത്തിപ്പിടിക്കോ, ഞാൻ ബഹുമാനിക്കും. നിങ്ങളിത് താഴ്ത്തി പിടിച്ചിട്ട് മറ്റേന്റെ വേക്കല, നിങ്ങൾ പോയി പണി നോക്കിയെന്ന് പറയും. കാരണം നിങ്ങൾ അതിന് പറ്റൂല. നിങ്ങൾക്ക് ബഹുമാനത്തിന് അർഹതയില്ല. ഇസ്സത്ത് വലില്ലാഹിൽ ഇസ്സത്തു വലിർറസൂലി വലിൽ മുഅ്മിനീൻ. ഈ കൂട്ടർക്കേ ബഹുമാനമുള്ളൂ. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട മുഅ്മിനീങ്ങളെ എന്ന് പറഞ്ഞ് ഞാൻ പ്രസംഗം തുടങ്ങിയത്. നിങ്ങൾക്ക് വേറൊന്നും തോന്നണ്ട, സബീലായിട്ടൊന്നല്ല. അള്ളാഹു എല്ലാവരെയും ഇസ്സത്തിലാക്കി തരട്ടെ. എനിക്കതാ ആഗ്രഹം. ഇരിക്കുന്ന എല്ലാവരും ഇസ്സത്തിലാകണം, ഇരിക്കുന്ന എല്ലാവരും ബഹുമാനികളാവണം, ഇരിക്കുന്ന എല്ലാവരും ആദരണീയരാവണം. അള്ളാഹു അങ്ങനെ ഒരു പ്രതാപം ഈ ഉമ്മത്തിന് തന്ന് അനുഗ്രഹിക്കട്ടെ. അപ്പൊ രോഗം ഉണ്ടാവുന്ന വഴികളിൽ നിന്നും, രോഗം വളരുന്ന വഴികളിൽ നിന്നും, രോഗം ശക്തിപ്പെടുന്ന വഴികളിൽ നിന്നും വിട്ടുനിൽക്കാത്തോണ്ടാണ്
കൊല്ലങ്ങളായിട്ടും നമുക്ക് സൂക്കേട് മാറാതിരുന്നത്. പക്ഷെ അള്ളാഹു പ്രഖ്യാപിച്ചിരിക്കുന്നു സർവ്വരോഗത്തിനും ശിഫയുണ്ട്. വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ. അള്ളാന്റെ കലാം. ഇത് ജലീൽ ദാരിമി അറബിയിൽ പ്രാസൊപ്പിച്ച് പറഞ്ഞൊരു വാക്കല്ല. വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ. വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ. പരിശുദ്ധ ഖുർആനിലെ സൽമാനുൽ ഫാരിസി റഹ്മഹുല്ലാ തങ്ങൾ സയ്യിദുന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനോട് സംസാരിക്കുന്നതിനിടയിൽ രോഗം മാറാൻ സഹായിക്കുന്ന ആയത്ത് ഖുർആനിൽ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഓതിയ ആയത്താണിത്. വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ ഫമാ അതാകുമുർ റസൂലു ഫഖുദു. പിടിക്കലേ നിർവാഹുള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ ദൂതൻ കൊണ്ടുവന്നതിനെ നിങ്ങൾ പിടിച്ചോളി, നിങ്ങൾ ജയിക്കും. അള്ളാഹു വിശാലമാക്കി തരട്ടെ നമ്മുടെ കാര്യങ്ങൾ. ഖുർആൻ ശിഫയാണ്. അതൊരു ഇസ്ലാമിക പ്രഭാഷകന്റെ അഭിപ്രായമൊന്നുമല്ല, ഒരു മുസ്ലിം പ്രഭാഷകന്റെ അഭിപ്രായമല്ല. മുസ്ലിങ്ങൾക്ക് എന്തിനാണ് യോഗ എന്ന് ചോദിച്ചത് സ്വാമി നിത്യ ചൈതന്യ യതി എന്ന ഗുരുവാണ്. ചില ആളുണ്ട് ഇപ്പൊ യോഗ എന്നെല്ലാം പറഞ്ഞിട്ട് വലിയ സംഭവമായിട്ട് അതിന്റെ ബേക്കലോടുന്നു. യോഗ എന്നെല്ലാം വിചാരിച്ച എന്തോ മഹാസംഭവമാണ്. സംഭവം തന്നെയാണ്. ഒരു സംസ്കാരത്തിന്റെ ഭാരതീയ സന്യാസി മഹർഷിമാരുടെ പതഞ്ജലി മഹർഷിയുടെ ശിഷ്യഗണങ്ങൾക്കുള്ള ആചാരങ്ങൾ ക്രമപ്പെടുത്തുന്നതിന്റെ ഭാഗമായി സന്യാസ ജീവിതത്തിന്റെ ഇപ്പം ദർസിൽ താമസിച്ച് മുത്തഅല്ലിമീങ്ങൾക്ക് ഉസ്താദ് ചിട്ട പഠിപ്പിക്കുന്നത് പോലെ, ദർസിൽ താമസിച്ച് പഠിക്കുന്ന മുത്തഅല്ലിമീങ്ങൾക്ക് ഉസ്താദ് തർബിയത്ത് കൊടുക്കുന്നതിന്റെ ഭാഗമായി ചിട്ട പഠിപ്പിക്കുന്നത് പോലെ താപസ ജീവിതം, തപസ്സു ചെയ്തിട്ടുള്ള ജീവിതത്തിന്റെ ചിട്ട പഠിപ്പിക്കാൻ വേണ്ടി മഹർഷി വര്യന്മാര് രൂപപ്പെടുത്തിയതാണ് യോഗ. ഈ അടുത്ത കാലത്ത് ആയുർവേദത്തിന്റെ ഭാഗമായി ഹഠയോഗ എന്ന പേരിൽ ചികിത്സയിലേക്ക് അതിനെ മിക്സ് ചെയ്തു എന്നല്ലാതെ യോഗ ഒരു ചികിത്സാക്രമമല്ല. എന്നാൽ ശരിയായ യോഗ അറിയുന്ന ഒരു ഗുരുവിൽ നിന്ന് ചില ലളിതമായ യോഗക്രമങ്ങൾ, വളരെ ലളിതമായ ചില യോഗക്രമങ്ങൾ അതിസമർത്ഥനായ ശരീരശാസ്ത്രം അറിയുന്ന ഒരു വൈദ്യ പണ്ഡിതൻ നിർദ്ദേശിച്ചാൽ ചെയ്യുന്നതിന് എതിരൊന്നുമല്ല. പക്ഷെ ശരിയായ യോഗ പരിശീലനം മതത്തിന് ചേരാത്തതാണ്. കാരണം പതഞ്ജലി മഹർഷി എന്ന മഹാഗുരുവര്യൻ സ്ഥാപിച്ച യോഗ തൗഹീദിന് നിരക്കാത്തതാണ്. അത്രേ ഞാൻ പറയുന്നുള്ളൂ. തൗഹീദിന് നിരക്കാത്തതാണ്. അപ്പോ രോഗം ശരീരത്തിൽ വരാതിരിക്കാൻ പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കുക എന്നതാണ് ബുദ്ധി. പ്രതിരോധ മാർഗങ്ങൾ എന്ന് പറയുമ്പോൾ അതിന്റെ ഒന്നാം സ്ഥാനത്ത് പ്രാർത്ഥനയാണ്. പ്രാർത്ഥനയിൽ ഒന്നാം സ്ഥാനം ഖുർആനിലെ പ്രാർത്ഥനക്കാണ്. പ്രാർത്ഥനയിലെ ഒന്നാം സ്ഥാനം ഖുർആനിലെ പ്രാർത്ഥനക്കാണ്. അയ്യുദ്ദുആഇ അഫ്ളൽ, ഏറ്റവും ശ്രേഷ്ഠമായ പ്രാർത്ഥന ഏതാണ്? അൽഹംദുലില്ലാ എന്നതാണ്. അപ്പം മഈഷത്തിന് വേണ്ടി ജോലി ചെയ്യാൻ വേണ്ടി, പഠിക്കാൻ വേണ്ടി, അധ്വാനിക്കാൻ വേണ്ടി, അടുക്കള ജോലി ചെയ്യാൻ വേണ്ടി ഒക്കെ ഉണർന്നെഴുന്നേറ്റ മനുഷ്യന് അതിനുള്ള കുവ്വത്തും സിഹത്തും നശാത്തും വേണം. നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. രാവിലെ ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ മനുഷ്യൻ, നിങ്ങൾ ശ്രദ്ധിച്ചോളി, രാവിലെ ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ മനുഷ്യന് ജോലി ചെയ്യാൻ, പഠിക്കാൻ, യാത്ര ചെയ്യാൻ, അടുക്കള ജോലി ചെയ്യാൻ, വെറുതെ ഇരിക്കാനും എന്ത് വേണം? ഇനി വെറുതെ ഇരിക്കുകയാണെങ്കിൽ അതിനും എന്ത് വേണം? നശാത്ത് വേണ്ടേ? അല്ലെ മൂഡ് ഓഫ് ആയി പോലെ. അപ്പൊ വെറുതെ ഇരിക്കുകയാണെങ്കിലും സിഹത്ത് വേണം. സിഹത്ത്, ഖുവ്വത്ത്, നശാത്ത്, അതായത് ആരോഗ്യം, ശക്തി, ഉന്മേഷം. ഞാനിതിങ്ങനെ അറബി പറയുന്നിട്ട് നിങ്ങൾ എന്തോ സംഭവം വിചാരിക്കണ്ട. ആരോഗ്യം, ശക്തി, ഉന്മേഷം. ശക്തി എന്നതിന് രോഗം വരാതിരിക്കാനുള്ള, ഇനി അഥവാ രോഗാണു നമ്മുടെ ശരീരത്തിലേക്ക് വന്നാൽ തന്നെ അതിനെ പ്രതിരോധിച്ച് തോൽപ്പിക്കാനുള്ള ശക്തി. നഫ്സി ഫിൽ ഖവിയ്യ് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹ്. നമ്മുടെ റസൂലെ രോഗം വന്ന് സൂക്കേട് പിടിച്ചിട്ട് പള്ളിന്റെ തൂണിന് ചാരിയിരിക്കുന്ന ആളൊന്നുമല്ല. നമ്മുടെ റസൂൽ സയ്യിദുനാ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യരിലെ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ അനസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞല്ലോ, ചില സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടന്നു വരുമ്പോൾ ഒരു 40 ആളൊക്കെ നടന്നു വരുന്ന പോലെ തോന്നും. നമ്മൾ പറയില്ലേ ഓനൊരു 10 ആക്കെല്ലാം മതിയെന്ന്. ഞങ്ങളെ നാട്ടിൽ പറയലുണ്ട് ഓനൊരു 10 ആക്കൽ ഓനൊരുത്തം മതിയെന്ന്. അജ്ജാതി കരുത്ത് സംഭവം വേണം. ചെറുപ്പക്കാരൊക്കെ അതിനുള്ള പണിയെടുത്തോളി. ഈ യുവാക്കളോടൊക്കെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഈ മുടിയെല്ലാം എന്തെല്ലോ ആക്കി നടക്കുന്നതിനെ തടിയൊന്നും ഉഷാറാക്കി നടന്നോളി.
അല്ല അല്ലേ എന്തേ നല്ല ഉഷറ് വേണം. കണ്ടാ പേടിക്കണം എന്ന് എൻ്റെ അഭിപ്രായം. പേടിക്കണ്ടോ കണ്ടാത്തന്നെ പേടിക്കണം. മുമ്പ് കളരി പഠിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഉസ്താദ് പിടിച്ചിട്ട് ഗോതയൊക്കെ ഉണ്ടാക്കി. ഒരിക്കൽ പറടാ ധൈര്യം ഇല്ലെങ്കിലും അടിക്കാൻ വരുന്ന നിങ്ങളെ കണ്ടാ പേടിക്കണം, അതന്നെ ഒരു വലിയ അടിയാണ് എന്നാണ്. ഇത് ആദ്യം തന്നെ തലചൊറിയും, പിന്നെ എവിടെയാ ശരിയാകുക? ആദ്യം തന്നെ തലചൊറിയും, പിന്നെ എവിടെയാ ശരിയാകുക?